എല്ലാവർക്കും നമസ്കാരം. പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളോടൊപ്പം ചേരുന്നത്. പെരുമാറ്റം സർവ്വപ്രധാനം, ക്യാരക്ടർ ഈസ് എവറിത്തിങ്. ഇതാണ് ഇന്നത്തെ ടോപ്പിക്. ഏവർക്കും നെടുമ്പാറ ഇൻസ്പിറേഷൻ ത്രില്ലിലേക്ക് സ്വാഗതം. നമുക്കറിയാം, വ്യക്തിത്വവും പെരുമാറ്റവും എന്നത് ശരീരവും മനസ്സും പോലെയാണ് എന്ന്. അത് മനസ്സിൻ്റെ ബാഹ്യ പ്രകടനമാണ്. എക്സ്റ്റേണൽ റിഫ്ലക്ഷൻ ഓഫ് ഇൻറ്റേർണൽ മൈൻഡ് സെറ്റ് അല്ലേ? ചിലരെ കാണുമ്പോഴേ നമുക്ക് തോന്നും അടുത്തിരുന്ന് കുറേ നേരം സംസാരിച്ചാൽ ഒരു മനസ്സുഖം കിട്ടുമെന്ന്. അങ്ങനെയുള്ളവരെ നാം കണ്ടിട്ടില്ലേ? അന്യരിലെ നന്മയെ അവർ എടുത്തു കാട്ടും, അപ്രിയ സത്യങ്ങൾ എടുത്തു പറയുകയുമില്ല. അതുപോലെ സ്വന്തം കാര്യങ്ങളും നേട്ടങ്ങളും പെരുപ്പിച്ച് പറയില്ല, പരദൂഷണത്തിൽ ഏർപ്പെടില്ല. എന്നാൽ നന്മയുടെ അന്തരീക്ഷം സൃഷ്ടിച്ച് സമാധാനം പകരുകയും ചെയ്യും. എന്നാൽ ചിലർ മുള്ളംപന്നിയുടെ കൂട്ടുകാരാണ്. ഏവരെയും ഭയപ്പെടുത്തി നിർത്തും. അന്യരെ പാഠം പഠിപ്പിച്ച് വെള്ളം കുടിപ്പിച്ചതിൻ്റെ വീരകഥകൾ വിളമ്പി കേൾവിക്കാരനെ നിരന്തരം മുഷിപ്പിക്കും. വിനയത്തോടുള്ള ഒരു വാക്കോ ചലനമോ അവരിൽ നിന്നും വരില്ല താനും. ഈ ലോകത്തിൻ്റെ ആകെ ഗുരുത്വ കേന്ദ്രം അവരാണെന്ന ഭാവമാണ് അവർക്കുള്ളത്. നിവൃത്തിയുണ്ടെങ്കിൽ ഇങ്ങനെയുള്ളവരിൽ നിന്നും രക്ഷപ്പെടാനാണ് ഏവരും ശ്രമിക്കുക അല്ലേ? നല്ല പെരുമാറ്റമുള്ളവർ, വ്യക്തിത്വമുള്ളവർ അന്യരുടെ വികാരങ്ങൾ തിരിച്ചറിഞ്ഞ് അവ പങ്കുവയ്ക്കും. അതാണ് നല്ല പെരുമാറ്റത്തിൻ്റെ കാതൽ. അവരത് തിരിച്ചറിഞ്ഞ് പെരുമാറും. അതുപോലെ എല്ലാത്തിനോടും നന്ദി പ്രകാശിപ്പിക്കുന്ന സ്വഭാവം, ക്ഷമ ചോദിക്കുവാനുള്ള മനസ്സ്, ക്ഷമിക്കുവാനും ലാളിത്യത്തോടെ ജീവിക്കുവാനുള്ള പ്രവണത, പൂർണ്ണ മനസ്സോടെ കൈയഴച്ച് സഹായിക്കുന്നു, സ്നേഹത്തോടെ പെരുമാറുന്നു. ഇതൊക്കെ നല്ല പെരുമാറ്റമെന്ന് മാത്രമല്ല, വിദ്യാസമ്പന്നരായ ഒരാളുടെ പ്രത്യേകത കൂടിയാണ്. അവർ വെല്ലുവിളികൾ, അപരിചിതരുമായിട്ടുള്ള കൂട്ടായ്മ, തടസ്സങ്ങളെ നേരിടൽ, എതിർപ്പ്, വിമർശനം എന്നിവയെ ആത്മവിശ്വാസത്തോടെ നേരിട്ട് സ്നേഹപൂർവ്വം വിനയത്തോടെ പെരുമാറുന്നു. നന്നായി പെരുമാറുന്നവരുടെ മറ്റൊരു പ്രത്യേകത പറഞ്ഞാൽ, അവർ ഇങ്ങോട്ട് മോശമായി പെരുമാറുന്നവരോടും അങ്ങോട്ട് നന്നായി പെരുമാറും. ഇത് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞതാ. അത് മികച്ച വ്യക്തിത്വമുള്ളവരുടെ ലക്ഷണം കൂടിയാണ്. ഒരാളുടെ പെരുമാറ്റം നല്ലതും ചീത്തയും ഒക്കെ ആകുന്നത് എപ്പോഴാണ് അവൻ്റെ മനസ്സിൽ അപ്പോഴപ്പോൾ തോന്നുന്നത് എന്താണോ അതനുസരിച്ചായിരിക്കും അയാളുടെ പെരുമാറ്റം അല്ലേ? പഴയ അനുഭവമൊക്കെ പെരുമാറ്റത്തെ ബാധിക്കും. ഒരു വ്യക്തി വളർന്ന അന്തരീക്ഷം, കുടുംബം, വിദ്യാഭ്യാസം, ജീവിത പ്രശ്നങ്ങൾ ഇവയൊക്കെ പെരുമാറ്റത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. അവൻ എന്തു പ്രതീക്ഷിക്കുന്നു, എന്തിനു പേടിക്കുന്നു, മനസ്സിൻ്റെ ഉള്ളിലെ അവസ്ഥയാണല്ലോ ഈ പെരുമാറ്റമായി മാറുന്നത്. അതാണ് അതിൻ്റെ സൈക്കോളജി. വ്യക്തിത്വമുള്ളവരുടെ ദൃഢനിശ്ചയത്തെ പൊട്ടിക്കാൻ ആർക്കുമാവില്ല. ശ്രദ്ധിക്കണം കേട്ടോ. അവർ മനസ്സുകൊണ്ട് എടുത്ത ഉറച്ച തീരുമാനത്തെ പിന്നോട്ട് വലിക്കാനായി നമ്മുടെ അഭ്യൂതകാംക്ഷികൾ നമ്മെ വിലക്കാറുണ്ട്. നമ്മളെയൊക്കെ വിലക്കിയിട്ടുണ്ടല്ലോ. എങ്ങനെയാണ് അവർ വിലക്കുന്നത്? അതിപ്പോൾ വേണ്ട, പിന്നെ ആവട്ടെ, ദാ മഴക്കാർ വെച്ച് കയറുന്നു, ഈ ചൂടൊന്ന് കുറയട്ടെ മോനെ. അതിനിടെ ചിലർ പറയും, അല്ല വിജയിക്കുമെന്ന് എന്താ ഇത്ര ഉറപ്പ്? ചോദിക്കണ ചോദ്യമേ. ഈ തിരക്കൊന്ന് കഴിയട്ടെ, ആണ്ട് പിറക്കുമ്പോൾ ഐശ്വര്യമായി തുടങ്ങാം. ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾ സ്നേഹപൂർവ്വം മനസ്സിൻ്റെ പിൻവശത്തു നിന്നും വരും. ഇതിനെ തുണയ്ക്കുന്ന തരത്തിലുള്ള അഭിപ്രായം പലരും പറയുകയും ചെയ്യും. അങ്ങനെയല്ലേ പോക്ക്? എന്തിനാ നമ്മുടെ ലക്ഷ്യത്തെ, പ്രവർത്തനത്തെ മന്ദീഭവിക്കാനല്ലാതെ മറ്റൊരു പ്രയോജനവും ഇതിനകത്തില്ല. അത് പ്രയോജനവുമല്ല. ഇത് ഗുണകരമായ പെരുമാറ്റ രീതിയല്ല. ഇവിടെ വ്യക്തിത്വമുള്ളവർ ധീരമായി മുന്നോട്ട് പോകും. കാര്യങ്ങൾ വിജയകരമായി നടത്തി അവർ തിരിച്ചു വരും.
എങ്ങനെയാണ് അവർ മുന്നോട്ട് കുതിക്കുന്നതെന്നറിയാമോ? പുഞ്ചിരി തൂകി പോസിറ്റീവായ മനോഭാവത്തോടെ ഇറങ്ങിച്ചെന്ന് രമ്യപ്പെട്ടുകൊണ്ട് സ്വയം പരിചയപ്പെടുത്തി മാന്യമായി പെരുമാറി ആത്മവിശ്വാസത്തോടെ മുന്നേറിയാണ് അവർ കാര്യങ്ങൾ നടത്തി തിരിച്ചു വരുന്നത്. നമുക്ക് ആവാലോ. ചങ്കിന് ഉറപ്പില്ലാത്തവർ പെട്ടുപോകും. ഈ കുണുവാവുകളുണ്ടല്ലോ, അവരായിരിക്കും അധികം പെട്ടുപോകുന്നത്. അവരെ വഴിതെറ്റിക്കാൻ വളരെ എളുപ്പമാണ്. അവർക്ക് ഈ എപ്പിസോഡ് പ്രചോദനമാകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. എത്ര വലിയ എതിർപ്പിനെയും സുജനമര്യാദ കൊണ്ട് നമുക്ക് തടുക്കാനാകുമെന്ന് പ്രസക്ത സാഹിത്യകാരനായ EV ലൂക്കോസ് പറയുന്നുണ്ട്. അതിവിടെ ശ്രദ്ധേയമാണ്. അത് ശരിയല്ലേ? ഇനി നമുക്കും അങ്ങനെ നോക്കിയാലോ? സുജനമര്യാദ നമുക്ക് തുണയാകട്ടെ, അല്ലേ? നിങ്ങൾ എത്ര വലിയവനായാലും ഏത് സാഹചര്യത്തിലായാലും പരുക്കനായി പെരുമാറുമ്പോൾ നിങ്ങളുടെ വ്യക്തിത്വപ്രഭ മന്ദീഭവിക്കും, ചിലപ്പോൾ നഷ്ടമായേക്കും. മോശമായി പെരുമാറുന്നവരോട് പോലും വിനയം കാട്ടുക, പരിശീലിക്കുക. അവർ നല്ല മനസ്സുള്ളവരായതുകൊണ്ടല്ല കേട്ടോ, നിങ്ങളുടെ സുമനസ്സുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. എത്ര വലിയ പഠിപ്പും പണവും പദവിയും ഉണ്ടായാലും പെരുമാറ്റം മോശമായാൽ ആ മനുഷ്യനോട് എന്താ നമുക്ക് തോന്നുന്നത്? ഒരു വെറുപ്പ് തോന്നും, അല്ലേ? അതല്ലേ തോന്നുന്നു? ഒരു അകൽച്ച ഉണ്ടാവും, അല്ലേ? അതുകൊണ്ടാണ് പഴമൊഴി പറയുന്നത് പെരുമാറ്റം സർവ്വതാൽ പ്രധാനമെന്ന്. മനസ്സിലുള്ള കാര്യം വാക്കുകളിലും പ്രവൃത്തികളിലും കാണപ്പെടുന്നതാണല്ലോ ഈ പെരുമാറ്റം. താങ്കൾ പ്രധാനപ്പെട്ട വ്യക്തിയാണെന്നും അതോടൊപ്പം ഞാനും ഒട്ടും മോശമല്ല എന്ന ധാരണയോടുകൂടി ഒന്ന് പെരുമാറി നോക്കിക്കേ. അമേരിക്കയിൽ പോയിട്ടുള്ളവരറിയാം. അമേരിക്കയിൽ നിങ്ങളൊരു പൂന്തോട്ടം സൂക്ഷിപ്പുകാരനാണെങ്കിൽ, ഒരു ഗാർഡൻ ആണെങ്കിൽ, ഗുഡ് മോർണിംഗ് മിസ്റ്റർ ഗാർഡൻ എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് പറയുക. അപ്പോൾ ഗുഡ് മോർണിംഗ് മിസ്റ്റർ പ്രസിഡന്റ് എന്ന ഗാർഡനും പറയുന്ന മഹത്തായ സംസ്കാര മൂല്യമാണ് അവിടെയുള്ളത്. ഇവിടെ നടക്കുമോ? അത് ഭാരതത്തിൽ നടക്കുമോ? കോടികൾ ആസ്തിയുള്ള CEO തനിക്ക് ചായ ഉണ്ടാക്കി തരുന്നവനെ പേര് ചൊല്ലി വിളിക്കാൻ കൂട്ടാക്കാത്തവരുണ്ടാവും. എന്നാൽ സങ്കടത്തിൽ കഴിയുന്ന ഒരാളോടൊപ്പം ഞാനും നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന രീതിയിൽ പെരുമാറുന്നത് എത്ര നല്ല വ്യക്തിത്വമാണ്, എത്ര നല്ല പെരുമാറ്റമാണ്, അല്ലേ? എത്ര നല്ല സമീപന രീതിയാണ്. മനസ്സിൻ്റെ സൗന്ദര്യമാണ് കാരണം. അവരാണ് ഈ ഭൂമിയിലെ ഏറ്റവും ഉയരമുള്ളവർ. അതുകൊണ്ട് നല്ല പെരുമാറ്റം നമുക്ക് ജീവിതത്തിൽ കൊണ്ടുവരാവുന്നതേ ഉള്ളൂ. ശീലിച്ചാൽ മതി. അത് ശീലിച്ചെടുക്കണമെന്ന് മാത്രം. അതിനായി സൗഹാർദ്ദവും സൗമ്യമായ ഇടപെടലും ശാലീനമായ പെരുമാറ്റവും ഇതൊക്കെ പറയുമ്പോൾ മറ്റൊരു പ്രധാന കാര്യം കൂടി ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് കേട്ടോ. ശാലീനമായ പെരുമാറ്റം എന്ന് പറയുമ്പോൾ ഈ മധുരമായ സംസാരത്തിലും ശാലീനമായ പെരുമാറ്റത്തിനുമൊക്കെ ചിലപ്പോൾ കഠാരകൾ ഒളിച്ചിരിപ്പുണ്ടാവും. ശ്രദ്ധിക്കണം, പറ്റിച്ചു കളയോർ. ഇത് ഷേക്സ്പിയർ പറഞ്ഞിട്ടുള്ളതാ. നിങ്ങളെ സ്വാധീനിക്കാൻ വരുന്നവരെ നിങ്ങൾ നോക്കണം, നിങ്ങൾ തിരിച്ചറിയണം. യെസ്, വിഷയത്തിലേക്ക് വരാം. നമുക്ക് നല്ല കേൾവിക്കാരനാവാൻ പറ്റുമോ? നല്ല കേൾവിക്കാരനാകണം. കേൾക്കുന്നത് 70% വേണം, സംസാരിക്കുന്നത് 30% മതി. കുഴപ്പമില്ലല്ലോ. സഹാനുഭൂതി അത് വിട്ടുകളയരുത്. നിങ്ങളുടെ സ്ഥാനത്ത് ഞാനായിരുന്നുവെങ്കിൽ എങ്ങനെയായിരിക്കും എന്ന് ചിന്തിച്ച് പ്രതികരിക്കുക. നിങ്ങളുടെ അവകാശങ്ങൾക്ക് പോലും സെക്കൻഡ് പ്രിയോറിറ്റി കൊടുത്താൽ മതി. ആ രീതിയിലുള്ള സമീപന രീതിയാണ് മഹത്വം. മൃദുവായും ഉറപ്പായും സംസാരിക്കുക. എത്ര വിദഗ്ധ സംസാരമാണെങ്കിലും അത് കേൾക്കുന്നവന് ഇഷ്ടമല്ലെങ്കിൽ സംഭാഷണം തുടരാതിരിക്കുന്നതാണ് ഭംഗി. അതല്ലേ ഭംഗി? പ്രോത്സാഹിപ്പിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്ന സംഭാഷണ ശൈലി സ്വായത്തമാക്കുക. ഒരാളെ കണ്ടാൽ പെട്ടെന്ന് വിധിക്കാതെ അവനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ നാം ശ്രമിക്കണം, സമയം കണ്ടെത്തണം, അല്ലേ? മുഖത്ത് നോക്കി സംസാരിക്കണം. അതിനെന്താ കുഴപ്പം? നിങ്ങൾ മുഖത്ത് നോക്കി സംസാരിക്കുകയും ആധികാരികമായി വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവനെ വരച്ച വരയിൽ നിർത്താം. മനുഷ്യനായിട്ട് കാണുക. ക്ഷമയും സഹനവും മികച്ച പെരുമാറ്റത്തിൻ്റെ ലക്ഷണമാണ്. നീതിയോടെ നേരിടാനും സന്തോഷത്തോടെയുള്ള സന്തോഷ മനസ്സോടെ കൈകാര്യം ചെയ്യുവാനും സാധിക്കണം. പെരുമാറ്റം എന്നത് സംസാരമല്ല, ജീവിക്കലാണ്.
നമ്മുടെ ജീവിതമെന്നത് അതിജീവിക്കേണ്ടതും നേരിടേണ്ടതുമാണ് ആണല്ലോ. പക്ഷെ അവയുടെ മേൽപ്പടിയായ ഒരു നല്ല പെരുമാറ്റമില്ലെങ്കിൽ നമ്മുടെ പേരിനും വേരിനുമൊക്കെ നിലനിൽപ്പുണ്ടാവില്ല, ഒരു അന്തസ്സുമില്ല. പ്രിയപ്പെട്ടവർ, ഞാൻ പറഞ്ഞൊരു ചുരുക്കം, ജീവിതം തരുന്ന എന്തിനേയും, അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും പ്രസന്നതയോടെ സ്വീകരിച്ചുകൊണ്ടുള്ള ഒരു പെരുമാറ്റ രീതിയാണ് നമുക്ക് സ്വയാത്തമാക്കേണ്ടത്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തും. നിങ്ങൾ പ്രവർത്തിക്കുന്ന മേഖലയിൽ നിങ്ങളെല്ലാവരും ഉയർന്നു വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇന്നിവിടെ പൂർണ്ണമാക്കുന്നു. ഇത് യോജിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്യണേ. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുവാനും ഒക്കെ ഇതിനുള്ള സൗകര്യമുണ്ട്. നിങ്ങൾ ചെയ്യണമെന്ന അഭ്യർത്ഥനയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.